2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം വൈകിയാണെങ്കിലും തലയ്ക്കകത്ത് ബോധം വന്നു എന്ന് തോന്നി. പല ഷോക്ക് ഏറ്റതാണോ എന്നും അറിയത്തില്ല. ഷോക്ക് ഏറ്റാലും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല, കാരണം അത്തരത്തിലുള്ള രൂപമായതുകൊണ്ട് ഷോക്ക് അടിച്ചാലും നമുക്കറിയില്ല. എന്താണെങ്കിലും വൈകിയാണെങ്കിലും തലയ്ക്കകത്തൊരു ഇച്ചിരി ബോധം വന്നു. അതായത് നമ്മുടെ ഈ വിചാരധാര എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇതിനകത്ത് കൃത്യമായിട്ട് RSS എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാനത് ഇനി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മുസൽമാനെയും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസത്തെയൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും, എന്നിട്ട് ഞങ്ങളിത് ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണല്ലോ അവരുടെ ഒരു തീരുമാനം. ആ ഒരു അജണ്ട ഈ 100 വർഷം തികയുമ്പോഴത്തേക്ക് നടപ്പാക്കുമെന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ പല പുരോഹിതന്മാരും അതുപോലെ തന്നെ പാഷാണത്തിൽ കൃമികളെയും സംഘപരിവാറിന്റെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ചില വൃത്തികെട്ട കൂതറകളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ക്രിസംഗിയായിട്ടുള്ള നമ്മുടെ കരിമ്പിൻ ഖണ്ഡി, അതുപോലെ തന്നെ നമ്മുടെ കെവിൻ പീറ്റർ, ഇതുപോലുള്ള ചില പമ്പര വിഡ്ഢികൾ ഇവന്മാർ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പറഞ്ഞിരുന്നു. ആദ്യം ഈ സിസ്റ്റേഴ്സ് ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞു. കാരണം അവർ മതപരിവർത്തനം നടത്തി, അത് തെറ്റാണ്. കാരണം ഇവിടുത്തെ ക്രൈസ്തവ മതം എന്ന് പറയുന്നത് ക്ഷയിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദു മതം ക്ഷയിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. ഈ ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ട്രൈബൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ദളിതനെയൊക്കെ ഈ പറയുന്ന ഉന്നത കുലജാതരുണ്ടല്ലോ, അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മതത്തിലേക്ക് അവർ പോകത്തില്ല, ഒരു പ്രലോഭനങ്ങളിലും അവർ വീണു പോകത്തില്ല. കാരണം അവന് ജനിച്ച മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അവൻ ജീവിക്കും. പക്ഷെ ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ അവരൊക്കെ നടക്കുന്ന വഴിയിൽ കൂടെ പോലും നടക്കാൻ പാടില്ല. പിന്നെ പഠിക്കുന്നത് കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വേട്ടാവളിയന്മാരില്ലേ, അവരിന്നും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ, അവരുടെ കുടുംബം അല്ലെങ്കിൽ ഇനി അവരുടെ തലമുറകൾ നന്നാകാൻ വേണ്ടി ഒരു പക്ഷേ ചിലപ്പം അവർ മറ്റു മതത്തിലേക്കൊക്കെ പോകുന്നത്. എന്താണെങ്കിലും വൈകി വന്ന ബുദ്ധിക്ക് വലിയൊരു സെല്യൂട്ട് ഞാൻ നമ്മുടെ കരിമ്പിൻ ഖണ്ഡിക്ക് കൊടുക്കുകയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കരിമ്പിൻ ഖണ്ഡി പറയുന്നതെന്ന് ഒന്ന് കേൾക്കണ്ടേ? അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെ തേടിയും അവർ വരുമെന്ന്. അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയേണ്ടൂ. മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്ക് വൈകി വന്ന ബോധോദയം, വൈകി വന്ന വിവേകം. ഈ അവസരത്തിൽ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യല്ല. പക്ഷെ നിങ്ങളോട് പറയാനുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നേരത്തെ വരാതിരുന്നത്? ഗ്രഹാം സ്റ്റെയിൻ, അദ്ദേഹം ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു, ഒരു പാസ്റ്ററായിരുന്നു, സുവിശേഷ പ്രസംഗനായിരുന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ചാൽ പിന്നെയും പറയാം. അദ്ദേഹത്തെ 2 കുഞ്ഞു കിടാങ്ങളെയും കാറിലിട്ട് കത്തിച്ചു കൊന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എവിടെങ്കിലും ആ വിഷയം സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ, ഒരു സിനഡ് കൂടിയപ്പം കേരളത്തിൽ ആ വിഷയം സംസാരിച്ച 2 പേരും, ഒന്ന് പോൾ തേലക്കടച്ചനും മറ്റൊന്ന് അനിൽ കൊടിത്തോട്ടമാണ്, പിന്നെ ഷൈജു ജോർജ് അടക്കം പറയും. ഇതല്ലാതെ വേറെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് മരണപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ? കേരളത്തിൽ ഈ കഴിഞ്ഞ ക്രിസ്മസിന് വരെ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറി അവിടെ ജയ് ശ്രീറാം മുഴക്കുകയും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഈ 5 വർഷത്തിനിടയിൽ 3000-ലധികം വരുന്ന കേസാണ് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിലുണ്ടായത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളെ തേടിയെത്തുമെന്ന്? ഒരു കിറ്റിൽ ആടിൻ്റെ ഇറച്ചിയും കൊണ്ട് പോയ അഖ്ലാഖ് എന്ന് പറയുന്ന സഹോദരനെ 60 വയസ്സിന് മുകളിലുണ്ട്, വയോവൃദ്ധനാണ്. ആ മനുഷ്യനെ തല്ലി അങ്ങ് കൊന്ന് പശുമാംസം എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഖേദം പ്രകടിപ്പിച്ച? ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ മുസ്ലിം സംഘടനകൾ പലരും ബാനർ പിടിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് എന്തും പറയാം, ഞങ്ങളുടെ കാബഡ്യമാണ്, ഷുഡാപ്പികളാണ്, എന്തുവേണം പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇതൊന്നും കൊണ്ട് പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിരോധമാണ് ഞങ്ങളോടാ. കേരളത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ലാതെ മുസ്ലിമീങ്ങൾ നിങ്ങൾക്കെതിരെ പറയുന്നുണ്ടോ? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ആ കുട്ടിക്ക് ജിഹാദ്, ആ ജിഹാദ്, ഈ ജിഹാദ്. പിന്നെ PC ജോർജ് 400-400 പെണ്ണുങ്ങളെയാണ് മീനച്ചിൽ ഭാഗത്തുനിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഒരു പെണ്ണിന്റെ പേര് പറയാനുണ്ടോ? ഇതെല്ലാം തോന്നിയാസങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ സ്തബ്ധരായിരുന്നൊക്കെ കേട്ട് ആസ്വദിച്ചല്ലേ. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് ഇത്ര വിരോധം? മനസ്സിലാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് വിരോധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തൻ്റെ അനുചരന്മാർ അവരെ പറഞ്ഞു വിട്ട് എങ്ങോട്ടാണ്? മക്കയിലെ കൊടിയ പീഡനവും ബഹിഷ്കരണവും കാരണം അബ്സീനിയയിലേക്ക്. അബ്സീനിയയിൽ അന്ന് ഉണ്ടായിരുന്നത് ക്രിസ്തീയ രാജാവാണ്.
അദ്ദേഹം ഈ അനുചരന്മാരെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു കമ്പെടുത്തിട്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഇതിനേക്കാൾ വലിയ ദൂരമില്ല എന്ന് പറഞ്ഞു. ഒരു നേതാവിനെ ഒരു കൂട്ടം ആളുകൾ ദൈവമായിട്ട് കാണുന്നു, മറ്റൊരു കൂട്ടർ പ്രവാചകനായിട്ട് കാണുന്നു. അപ്പൊ ഈ ഒരു വരയുടെ അകൽച്ച മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും പ്രതിബദ്ധത ഉണ്ടാകേണ്ട ഒരു സമൂഹം തമ്മിൽ എന്തിനാണ് ഈ കലഹം? നമ്മൾ ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത്. ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഈ രാജ്യത്തിന്റെ ഭീഷണി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ അവർക്കൊപ്പം നിന്നു. ഇപ്പം നമ്മൾ അനുഭവിക്കുകയല്ലേ. ഇതിപ്പം എനിക്ക് വിശ്വാസമൊന്നുമില്ല, നാളെ മറ്റന്നാളെ കേക്ക് കൊണ്ടു തന്ന് ഒരു വൈനും കൂടെ കൊണ്ടു തന്ന അത് വൈഷ്ണവജനതോ തേരേ ഗലിയെ ഇതന്നെ അവിടെ ഉണ്ടാകാൻ പോണു. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഈ ആഭ്യന്തര ശത്രുക്കളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്, അത് മുസ്ലിമാണ്, ക്രൈസ്തവനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ പടത്തേക്ക് അടി വരും. ഇത് മനസ്സിലാക്ക്. ഇത് മനസ്സിലാക്കാതെ വീണ്ടും നിങ്ങൾ തന്നെയല്ലേ ഈ പ്രസംഗം നടത്തിയത്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ഇതിനകത്ത് നിങ്ങളുടെ കളി നടക്കത്തില്ല, നിങ്ങളുടെ കളി നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരെ കളിയാ? ഞങ്ങളുടെയാണ്. ഇപ്പൊ നിങ്ങളുടെ കളി നടക്കുന്നില്ലല്ലോ അല്ലേ? സത്യത്തിൽ ഈ 2 കന്യാസ്ത്രീകളെ ജയിലടച്ചതിന് വേണ്ടിയാ? അവരെന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ നെക്സലേറ്റുമായിട്ടോ ബന്ധപ്പെട്ടോ? ഒന്നുമില്ല. ആ നാട്ടിൽ ചെന്ന് അവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി, അവരെ ചികിത്സിച്ച് അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി അവിടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സാക്ഷരത ഉയരും. അവിടെ ജനം പ്രബുദ്ധരായി കഴിഞ്ഞാൽ പിന്നെ ഈ പണ്ടാരത്തിലൊക്കെ വോട്ട് ചെയ്യാൻ ആരെ കിട്ടുക? ആളുകൾ ഇതൊക്കെ വലിച്ചെറിയും. ഈ തീവ്രവാദവും ഭീകരവാദവും ഈ വിദ്വേഷമൊക്കെ വലിച്ചെറിയും. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ആളുകൾ എണ്ണത്തിൽ കുറയും. അല്ല, കന്യാസ്ത്രീകൾ എന്ത് ചെയ്തു? എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. മനുഷ്യർ കൈകൊണ്ട് തൊടാൻ അറക്കുന്ന പല കാര്യങ്ങളും മദർ തെരേസ ചെയ്തിട്ടില്ലേ? അവരെ വരെ എന്തെല്ലാം ആക്ഷേപിച്ചു. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ എന്തെല്ലാം തോന്നിയാസങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല. ഇപ്പം ഇരുന്ന് വേദനിക്കുന്നല്ലേ? പണ്ടുള്ളവർ പറയും, കണ്ടാൽ പഠിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടാൽ പഠിക്കുമെന്ന്. കൊള്ളാല്ലേ? ഇത് ഇപ്പം നമ്മുടെ എന്തായാലും കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം കൊടുത്തു. സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഉസ്താദ് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. ഇനിയും കേക്കും വീഞ്ഞുമായിട്ട് ഈ അന്തഃപുരങ്ങൾ കയറി ഇവർ വന്നാൽ ഇവർ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും. ഈ സമുദായത്തെ വീണ്ടും ഇവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. അത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ്. കാരണം ഇവിടെ ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ഖത്തീബ് ഇമാമ് കയറി എന്നുകൊണ്ട് പറയാണ്, നാളെ തൊട്ട് നിങ്ങൾ ഇന്ന ആളെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഖത്തീബ് ആ പള്ളിയിലുണ്ടാവില്ല. അതാണ് ഈ സമുദായം. കാരണം ഖത്തീബിനെ പറയേണ്ടടുത്തേക്ക് പറഞ്ഞങ്ങ് വിട്ടോളൂ, പൊക്കോളാൻ പറയും. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്കുണ്ട്. പക്ഷെ ഇത് ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഈ അച്ഛൻ എന്താണോ പറയുന്നത് അത് കേട്ടു പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ അത് അപകടത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ബുദ്ധിയും വിവേകവും വെച്ച് മനസ്സിലാക്കുക. ഈ സമൂഹത്തിന് നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി കൊടുത്തിട്ടുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അവരെ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. അതിനി നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്കെന്തായാലും ഈ വിഷയത്തിൽ പറയുള്ളൂ. എന്തായാലും വൈകി എത്തിയ ബോധത്തിന് വലിയ സല്യൂട്ട് കേട്ടോ. ഇനി ആ ബോധം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കരിമ്പും കണ്ടിയേ, ഇനിയെങ്കിലും നീ നന്നായി വാ. ഓക്കെ.